ഡിയർ സ്റ്റുഡൻസ്, ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്ററിൻ്റെ കണ്ടിന്യൂഷനാണ്. അതിലെ ഇനിയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ: 3 vertices of a parallelogram are the points -3, 1, 0, 5, 5, 5. അതിൽ ക്വസ്റ്റ്യൻ എ: draw the axis and the parallelogram. Question B: write the coordinates of the fourth vertex of the parallelogram. Question C: calculate the area of the parallelogram. നമുക്ക് ഓരോന്നായിട്ട് ആൻസർ ചെയ്യാം. നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ഓരോ പാരലലോഗ്രാമിൻ്റെ 3 വേർട്ടീസസ് തന്നിട്ടുണ്ട്, അതിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് അത് പാരലലോഗ്രാം വരയ്ക്കാനാണ് ആദ്യം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് വരയ്ക്കാമെന്ന് നോക്കാം. ആദ്യം എന്ത് ചെയ്യുക? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലൊക്കെ പറഞ്ഞ പോലെ തന്നെ എക്സ് ആക്സിസും വൈ ആക്സിസും വരയ്ക്കാം. അറിയാലോ വരയ്ക്കാൻ, അതായത് ഹൊറിസോണ്ടൽ ലൈൻ അതാണ് എന്ത് എക്സ് ആക്സിസ്, വെർട്ടിക്കൽ ലൈൻ വൈ ആക്സിസ്. എന്നിട്ട് റൈറ്റിലോട്ട് 0യിൽ നിന്ന് റൈറ്റിലോട്ട് പോസിറ്റീവ് നമ്പേഴ്സും ലെഫ്റ്റിലോട്ട് നെഗറ്റീവ് നമ്പേഴ്സും മാർക്ക് ചെയ്യാം. എന്നിട്ട് അതുപോലെ 0യിൽ നിന്ന് മുകളിലോട്ട് വൈ ആക്സിസിലെ പോസിറ്റീവ് നമ്പേഴ്സും 0യിൽ നിന്ന് താഴോട്ട് വൈ ആക്സിസിലെ നെഗറ്റീവ് നമ്പേഴ്സും മാർക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് നോക്കാം എന്താണ് ആദ്യത്തെ പോയിന്റ് -3, 1 അല്ലേ. എക്സ് കോർഡിനേറ്റ് -3 ആണ് അല്ലേ. അപ്പോൾ 0യിൽ നിന്നും ലെഫ്റ്റിലോട്ട് ഹൊറിസോണ്ടൽ എക്സ് ആക്സിസിലാണ് അല്ലേ, എക്സ് കോർഡിനേറ്റ് ആണ്. അപ്പോൾ 0യിൽ നിന്ന് ഹൊറിസോണ്ടലി ലെഫ്റ്റിലോട്ട് -3 യൂണിറ്റ് എടുക്കുക. എന്നിട്ട് -3യുടെ കൂടെ വൈ കോർഡിനേറ്റ് എന്താണ് 1 അല്ലേ. അപ്പോൾ ആ -3 ലെഫ്റ്റിലോട്ട് പോകുന്നതിന് ശേഷം 1 യൂണിറ്റ് മുകളിലോട്ട് വെച്ചിട്ട് നമ്മൾ മാർക്ക് ചെയ്യുക പോയിൻ്റ്. അപ്പോൾ അവിടെ പിക്ചറിൽ കാണുന്നത് പോലെ അതാണ് എന്ത് -3, 1 എന്ന് പറഞ്ഞ പോയിൻ്റ്. അതിനുശേഷം പിന്നെ ഏതാണ് 0, 5 അല്ലേ. 0, 5 എന്ന് പറഞ്ഞാൽ ആ പോയിൻ്റ് എവിടെയായിരിക്കും നോക്കാം. എക്സ് കോർഡിനേറ്റ് 0 ആണ്, വൈ കോർഡിനേറ്റ് ആണ് 5 അല്ലേ. അപ്പോൾ അത് ഏതിലായിരിക്കും? അത് വൈ ആക്സിസിലായിരിക്കില്ലേ. അപ്പോൾ വൈ ആക്സിസിൽ 5 എന്ന ഭാഗത്ത് നമ്മൾ മാർക്ക് ചെയ്യാം. അതാണ് എന്ത് 0, 5 എന്ന പോയിന്റ്. അടുത്തത് ഏതാ 5, 5 അല്ലേ. അതായത് 0യിൽ നിന്ന് റൈറ്റ് സൈഡിലോട്ട് 5, അതേപോലെ വൈ കോർഡിനേറ്റ് 5 ആണ്. റൈറ്റ് സൈഡിലോട്ട് 5 എടുത്തതിന് ശേഷം മുകളിലോട്ട് 5, ആ പോയിന്റും നമ്മൾ മാർക്ക് ചെയ്തു അല്ലേ. ഇപ്പോൾ നമ്മളടുത്ത് പറഞ്ഞിരിക്കുന്നത് ഡ്രോ ദി ആക്സസ് ആൻഡ് ദി പാരലലോഗ്രാം എന്നാണ് അല്ലേ. നമുക്ക് 3 വെർട്ടെക്സ് കിട്ടി. ഇനി 4മതൊരു വെർട്ടെക്സ് കൂടി കിട്ടിയാലാണ് നമുക്ക് പാരലലോഗ്രാം വരയ്ക്കാൻ കഴിയുള്ളൂ അല്ലേ. അപ്പോൾ എന്ത് ചെയ്യാം? നമുക്കറിയാം പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? പാരലലുമായിരിക്കും, ഈക്വലുമായിരിക്കും. അതായത് ലെങ്ത്ത് ഈക്വൽ ആയിരിക്കും, ആ ഓപ്പോസിറ്റ് സൈഡ്സ് പാരലലായിരിക്കും, ഒരേ ലൈനിലായിരിക്കും. -3, 1 എന്ന പോയിന്റ് അത് നമ്മൾ എ എന്ന് കൊടുക്കുക. നമുക്ക് ബി കൊടുക്കേണ്ടത് ഇപ്പോൾ നമുക്ക് അറിയില്ല, തന്നിട്ടില്ല ക്വസ്റ്റ്യനിൽ. അപ്പോൾ സി എന്ന് പറയുന്നത് എന്താണ്? സി 5, 5 എന്ന പോയിന്റിന് സി എന്നും കൊടുക്കുക. ഡി എന്ന പോയിന്റ് 0, 5ന് ഡി എന്നും കൊടുക്കുക. ബിയുടെ കോർഡിനേറ്റ്സ് നമുക്ക് അറിയില്ല, പക്ഷെ അതെങ്ങനെയാണ് കിട്ടുക എന്ന് നമുക്ക് നോക്കാം. നോക്കി, ഇവിടെ ഒരു പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് ഈക്വൽ ആയിരിക്കും. എ ബിയും ഡി സിയും ഈക്വൽ ആയിരിക്കും, പാരലലുമായിരിക്കും അല്ലേ. നമുക്ക് ഡി സി കിട്ടിയിട്ടുണ്ട്, എ ബിയും കിട്ടിയിട്ടുണ്ട് അല്ലേ. എന്താണ് പറഞ്ഞത്? പാരലലോഗ്രാമിൻ്റെ ഓപ്പോസിറ്റ് സൈഡ്സ് എന്തായിരിക്കും? ഈക്വലും ആയിരിക്കും, പാരലലും ആയിരിക്കും. ഇപ്പോൾ ഡി സി എന്ന സൈഡിൻ്റെ
നോക്കി അവരുടെ ഡി സി എന്ന സൈഡിലെ എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് നോക്കി. ഡി എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 0 ആണ്, സി എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 5 ആണ്. 5 മൈനസ് 0 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 5 തന്നെയാണ്. അപ്പോൾ 5 യൂണിറ്റ് ആണ് എന്ത്? ഡി സി എന്ന് പറഞ്ഞ ലെങ്ത്ത്. അത് തന്നെയായിരിക്കും എന്ത്? നമ്മൾ എ ബി എന്ന് പറഞ്ഞ ലെങ്ത്തും അല്ലേ? 5 യൂണിറ്റ് ആയിരിക്കും. എക്സ് കോർഡിനേറ്റിൻ്റെ ഡിഫറൻസ് നോക്കുക. എന്താണ് എയുടെ എക്സ് കോർഡിനേറ്റ്? -3 അല്ലേ? അപ്പോൾ -3യുടെ കൂടെ എത്ര കൂട്ടണം? മുകളിലെ ഡി സി കിട്ടാൻ വേണ്ടി ഡിയുടെ എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ 5 യൂണിറ്റ് കൂട്ടി അല്ലേ? അതേപോലെ ഇവിടെ എ ബി എന്ന പോയിന്റ് കിട്ടണമെങ്കിൽ എയുടെ എക്സ് കോർഡിനേറ്റിൻ്റെ കൂടെ 5 യൂണിറ്റ് ആഡ് ചെയ്യാം. -3 + 5 എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും? 2 എന്ന് കിട്ടും അല്ലേ? അതാണ് എന്ത്? ബിയുടെ എക്സ് കോർഡിനേറ്റ്. മനസ്സിലായല്ലോ? ഇനി ബിയുടെ വൈ കോർഡിനേറ്റ് കിട്ടണം. ബിയുടെ വൈ കോർഡിനേറ്റ് കിട്ടണം അല്ലേ? നോക്കിയേ, എന്താണ് ഡി സി എന്ന സൈഡിൽ ഡിയുടെ വൈ കോർഡിനേറ്റ് എന്താണ്? 5 ആണ്. സിയുടെ വൈ കോർഡിനേറ്റും എന്താണ്? 5 ആണ് അല്ലേ? അപ്പോൾ വൈ കോർഡിനേറ്റ് രണ്ടും ഈക്വൽ ആണ്. കണ്ടില്ലേ? അപ്പോൾ എന്തായിരിക്കും ഇവിടെ താഴെ എ ബിയിൽ എയുടെ വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കണം, ബിയുടെ വൈ കോർഡിനേറ്റും ഈക്വൽ ആയിരിക്കണ്ടേ? അപ്പോൾ എന്താണ് എയുടെ വൈ കോർഡിനേറ്റ്? എയുടെ വൈ കോർഡിനേറ്റ് 1 ആണ്. അപ്പോൾ ബിയുടെ വൈ കോർഡിനേറ്റ് എന്തായിരിക്കും? അതും 1 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ബി എന്ന പോയിന്റിൻ്റെ എക്സ് കോർഡിനേറ്റ് 2 എന്നും കിട്ടി, വൈ കോർഡിനേറ്റ് 1 എന്നും കിട്ടി. ആ പോയിന്റ് നമ്മൾ മാർക്ക് ചെയ്യുക, എന്നിട്ട് പാരലലോഗ്രാം ജോയിൻ ചെയ്യുക. എ ബി സി ഡി ജോയിൻ ചെയ്യാം. ഇപ്പോൾ നമുക്ക് പാരലലോഗ്രാം കിട്ടി. എന്താ ക്വസ്റ്റ്യൻ ബി? ക്വസ്റ്റ്യൻ ബി പറയുന്നത് റൈറ്റ് ദി കോർഡിനേറ്റ്സ് ഓഫ് ദി 4th വെർട്ടെക്സ് ഓഫ് ദ പാരലലോഗ്രാം. അതാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. പാരലലോഗ്രാം വരയ്ക്കാൻ വേണ്ടി ചെയ്തത് അതാണ്. എന്തായിരുന്നു ബി എന്ന് പറയുന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ്? നമുക്ക് എക്സ് കോർഡിനേറ്റ് 2 എന്നും കിട്ടി, വൈ കോർഡിനേറ്റ് 1 എന്നും കിട്ടി. മനസ്സിലായല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. കാൽക്കുലേറ്റ് ദി ഏരിയ ഓഫ് ദി പാരലലോഗ്രാം. പാരലലോഗ്രാമിൻ്റെ ഏരിയ കാണാനുള്ള ഫോർമുല എന്താണ്? ബേസ് ഇൻറ്റു ഹൈറ്റ്. BH ആണ്, ബേസ് ഇൻറ്റു ഹൈറ്റ്. ഇവിടെ ബേസ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. എത്ര യൂണിറ്റ് ആയിരുന്നു ബേസ്? അത് 5 യൂണിറ്റ് ആയിരുന്നു. നേരത്തെ നമ്മൾ ചെക്ക് ചെയ്തതാണ്, 5 യൂണിറ്റ് ആയിരുന്നു. ഹൈറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് നോക്കാം. ആ പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് പിക്ചറിൽ നോക്കിയേ. അത് വൈ ആക്സസിൽ നിന്നും 1 യൂണിറ്റ് മുകളിലോട്ടായിട്ടാണ് പാരലലോഗ്രാമിൻ്റെ ബേസ് കടന്നു പോകുന്നത്. എന്നിട്ട് എവിടെയാണ് ആ പോയിന്റ്? മുകളിൽ വൈ ആക്സിലെ 5 എന്ന് പറഞ്ഞ പോയിന്റിലല്ലേ അത് നിൽക്കുന്നത്? അതായത് ഇവിടെ പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് ആ 5ൽ നിന്നും താഴെ നേരത്തെ പറഞ്ഞ 1 യൂണിറ്റ് കുറയ്ക്കുക. അപ്പോൾ എന്ത് കിട്ടും? 4 യൂണിറ്റ് എന്ന് കിട്ടും. അതാണ് എന്ത്? പാരലലോഗ്രാമിൻ്റെ ഹൈറ്റ്. അപ്പോൾ ബേസ് 5 ആണ്, ഹൈറ്റ് 4 യൂണിറ്റ് ആണ്. അപ്പോൾ എന്താണ് ഏരിയ? ഏരിയ ഓഫ് ദി പാരലലോഗ്രാം ഇസ് ഈക്വൽ ടു 5 × 4 വിച്ച് ഇസ് ഈക്വൽ ടു 20 സ്ക്വയർ യൂണിറ്റ്സ് എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യനിലോട്ട് പോവാം. എന്താണ്? പ്രൂവ് ദാറ്റ് A45, B42, C82 represent the vertices of a right angled triangle. നമുക്ക് 3 പോയിന്റ്സ് തന്നിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രൂവ് ചെയ്യണം എന്തെന്ന്? ഇതിലെ ഈ പോയിന്റ്സ് ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ വേർട്ടീസസ് ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ എന്താണ് റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആവാനുള്ള പ്രത്യേകത? നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യുക? നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യണം. അതായത് ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും കൂടി ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഹൈപ്പോട്ടിനുസിൻ്റെ സ്ക്വയർ കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ നമുക്ക് ഓരോ സൈഡായിട്ട് കാണാം. A45 ഉണ്ട്, B42 ഉണ്ട്. നമുക്ക് എ ബി കണ്ടുകൂടെ? എങ്ങനെയാണ് എ ബി കാണുക? ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. AB = √(x1 - x2) ഹോൾ സ്ക്വയർ പ്ലസ് y1 - y2 ഹോൾ സ്ക്വയർ. നമുക്ക് എന്ത് ചെയ്യാം? x1 y1 എന്നുള്ളത് 4/5 ആയി എടുക്കുക, x2 y2 എന്നത് 4/2 ആയും എടുക്കുക. ഇനി എ ബി കണ്ടേ. AB =
എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ. എക്സ് വൺ 4 എടുക്കുക, എക്സ് ടും അവിടെ 4 ആണ്. അപ്പോൾ 4 മൈനസ് 4 ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ദി ഹോൾ സ്ക്വയർ. വൈ വൺ എത്രയാണ്? 5 അല്ലേ? 5 മൈനസ് വൈ ടു 2. 5 മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് കിട്ടും. അതായത് വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 4 എന്ന് പറയുന്നത് 0 ആണ്, പ്ലസ് 5 മൈനസ് 2 3 ആണ്, 3 സ്ക്വയർ എന്ന് കിട്ടും. അപ്പോൾ എന്ത് കിട്ടും? 3 സ്ക്വയർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 9 അല്ലേ? അപ്പോൾ മറ്റേത് 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും? റൂട്ട് 9 എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു 3. അപ്പോൾ എ ബിയുടെ ലെങ്ത് എത്രയാണ്? 3 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത സൈഡ് നോക്കാം. ബി സി ആണ്. ബി എന്ന പോയിന്റ് 4 2 ആണ്, സി 8 2 ആണ്. ഇവിടെയും നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ. എക്സ് വൺ എത്രയാണ്? 4 ആണ്, എക്സ് ടു 8 ആണ്. അപ്പോൾ എന്ത് വരും? റൂട്ട് ഓഫ് 4 മൈനസ് 8 ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ എത്രയാണ്? 2 ആണ്, വൈ ടും 2 ആണ്. അപ്പോൾ 2 മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് വരും, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 8 എന്ന് പറഞ്ഞാൽ എത്രയാണ്? -4 ആണ്. -4 സ്ക്വയർ പ്ലസ് 2 മൈനസ് 2 0 ആണ്. അപ്പോൾ എന്ത് കിട്ടും? -4ൻ്റെ സ്ക്വയർ 16 ആണ്, മറ്റേത് 0 ആയിട്ട് പോയില്ലേ? അപ്പോൾ റൂട്ട് 16 വിച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന്, റൂട്ട് 16 വിച്ച് ഇസ് ഈക്വൽ ടു 4 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? അപ്പോൾ ബി സി കിട്ടി. ഇനി അടുത്ത സൈഡ് ഏതാണ്? എ സി കാണണം. എ സി കാണാൻ വേണ്ടിയിട്ട് എന്താണ്? എ എന്ന് പറഞ്ഞ പോയിന്റ് 4 5 ആണ്, സി 8 2 ആണ്. ഇവിടെയും നമ്മൾ ഡിസ്റ്റൻസ് ഫോർമുല യൂസ് ചെയ്യുക. എന്താണ് ഡിസ്റ്റൻസ് ഫോർമുല? റൂട്ട് ഓഫ് എക്സ് വൺ മൈനസ് എക്സ് ടു ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ മൈനസ് വൈ ടു ഹോൾ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യും? ഇവിടെ എക്സ് വൺ എത്രയാണ്? 4 ആണ്, എക്സ് ടു 8 ആണ് അല്ലേ? റൂട്ട് ഓഫ് 4 മൈനസ് 8 ഹോൾ സ്ക്വയർ പ്ലസ് വൈ വൺ എത്രയാണ്? 5 അല്ലേ? 5 മൈനസ് വൈ ടു 2. 5 മൈനസ് 2 ഹോൾ സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് 4 മൈനസ് 8 എന്ന് പറഞ്ഞാൽ -4 ആണ്, -4ൻ്റെ സ്ക്വയർ പ്ലസ് 5 മൈനസ് 2 3 ആണ്, 3 സ്ക്വയർ എന്ന് കിട്ടും, വിച്ച് ഇസ് ഈക്വൽ ടു റൂട്ട് ഓഫ് -4ൻ്റെ സ്ക്വയർ 16 ആണ്, 16 പ്ലസ് 3യുടെ സ്ക്വയർ 9. 16 പ്ലസ് 9 എന്ന് പറഞ്ഞാൽ 25 ആണ്, റൂട്ട് 25 വിച്ച് ഇസ് ഈക്വൽ ടു 5 എന്ന് കിട്ടും. ഇനി നമ്മൾ പൈത്തഗോറസ് തിയറം അപ്ലൈ ചെയ്യാം. എന്ത് ചെയ്യുക? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ കാണാം. അതായത് ബേസിൻ്റെ സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡിൻ്റെ സ്ക്വയറും കൂടി സമ്മ് ചെയ്യാം. അപ്പോൾ എന്ത് കിട്ടും? എ ബി നമുക്ക് കിട്ടിയിരുന്നു 3 എന്നല്ലേ? എ ബി സ്ക്വയർ 3 സ്ക്വയർ പ്ലസ് ബി സി എന്തായിരുന്നു? 4 അല്ലേ? ബി സി സ്ക്വയർ എന്ന് പറയുന്നത് 4 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽ ടു 3 സ്ക്വയർ 9 ആണ്, പ്ലസ് 4 സ്ക്വയർ 16. 9 പ്ലസ് 16 ഈക്വൽ ടു 25 എന്ന് കിട്ടും. എ സി സ്ക്വയർ നമുക്ക് നേരത്തെ കിട്ടിയിരുന്നു. എ സി സ്ക്വയർ എന്താ? 25 ആണ്, നേരത്തെ കിട്ടിയിരുന്നു. എ സി സ്ക്വയർ ഈക്വൽ ടു എ സി 5 ആണ്, 5ൻ്റെ സ്ക്വയർ 25. അപ്പോൾ എന്ത് കിട്ടി? എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ വിച്ച് ഇസ് എ ബി സ്ക്വയർ പ്ലസ് ബി സി സ്ക്വയർ ഇസ് ഈക്വൽ ടു എ സി സ്ക്വയർ, ഹൈപ്പോട്ടന്യൂസിൻ്റെ സ്ക്വയർ എന്ന് കിട്ടും. അതുകൊണ്ട് therefore എ ബി സി റെപ്രസെൻറ്റ് ദി വേർട്ടീസസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ. പ്രൂവ് ആയല്ലോ? ഇനി നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. ക്വസ്റ്റ്യൻ 3, find the coordinates of the vertices of a square of 10 units whose diagonals meet at origin. പറയുന്നത് 10 യൂണിറ്റ്സ് സൈഡുള്ള ഒരു സ്ക്വയറിൻ്റെ ഡയഗണൽസ് രണ്ടും ഇൻ്റർസെക്റ്റ് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത് ഒറിജിനിലാണ്, 0 0 എന്ന പോയിന്റിലാണ്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ എല്ലാ വേർട്ടീസസിൻ്റെ കോർഡിനേറ്റ്സും കാണാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ചെയ്യാം. നമുക്ക് നോക്കാം. സൈഡ് എന്താ പറഞ്ഞിരിക്കുന്നത്? സൈഡ് 10 യൂണിറ്റ്സ് ആണ് അല്ലേ? അപ്പോൾ നോക്കി, അതിനെ അത് എക്സാക്സ് രണ്ട് ഡയഗണൽസും തമ്മിൽ മീറ്റ് ചെയ്യുന്നത് എവിടെയാണ്? ഒറിജിനിലാണ്. അതായത് നമ്മൾ എക്സ് ആക്സസും വൈ ആക്സസും അതിൽ വരച്ചു, എന്നിട്ട് 10 യൂണിറ്റ്സ് സൈഡുള്ള ഒരു സ്ക്വയർ വരച്ചു. അപ്പോൾ കണ്ടോ, ആ 0 0 എന്ന പോയിന്റിലാണ് എന്ത്? ആ സ്ക്വയറിൻ്റെ രണ്ട് ഡയഗണൽസും മീറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ അതിന് 4 റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ഉണ്ട്. അപ്പോൾ നോക്കിയേ, പിക്ചറിൽ ഏതെങ്കിലും ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ എടുക്കുക. ഹൈപ്പോട്ടന്യൂസ് 10 ആണ് അല്ലേ? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസ് 10 അല്ലേ? ബാക്കി ആ ട്രയാങ്കിളിലെ ആംഗിൾസ് നോക്കിയേ, അതെന്തായിരിക്കും? അതൊരു 45 45 90 എന്ന ആംഗിളിലുള്ള ട്രയാങ്കിളാണത്. കണ്ടില്ലേ പിക്ചറിൽ? അത്
അപ്പോൾ എന്ത് ചെയ്യാം, നമുക്കറിയാം 45, 45, 90 ഡിഗ്രി ഉള്ള ട്രയാങ്കിൾസിൻ്റെ സൈഡ്സിൻ്റെ റേഷ്യോ എന്താണ്? 1:1:√2 ആണ്. നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നിനും എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്താണ്, ഇപ്പോൾ നമുക്കവിടെ തന്നിരിക്കുന്നത് 10 അല്ലേ? 10 എന്ന് പറയുന്നത് 90ക്ക് ഓപ്പോസിറ്റുള്ളതാണ് അല്ലേ? അപ്പോൾ എന്തെന്ന് ചെയ്താൽ 90ക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് എന്ന് പറയുന്നത് 90 ഡിഗ്രിക്ക് ഓപ്പോസിറ്റുള്ള സൈഡ് ഏതാണ്? √2 ആണ്. അപ്പോൾ √2നെ നമ്മൾ എക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ √2x = 10 എന്ന് കിട്ടും അല്ലേ? അതിൽ നിന്ന് എക്സ് കണ്ടേ, x = 10/√2 എന്ന് കിട്ടും. ആ 10/√2നെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടി ഡിനോമിനേറ്ററിലെ √2 ആ ഡിനോമിനേറ്ററിനെ റാഷണലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുക, മുകളിലും ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും √2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ എന്ത് വരും? 10√2 ഡിവൈഡഡ് ബൈ √2 ഇൻറ്റു √2 എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 10√2 ഡിവൈഡഡ് ബൈ എന്താണ് √2 ഇൻറ്റു √2? √2 ഇൻറ്റു √2 2 ആണ്. 10√2 ഡിവൈഡഡ് ബൈ 2 എന്ന് കിട്ടും. ആ 10ഉം 2ഉം കൂടി കട്ട് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 5√2 എന്ന് കിട്ടും. അതാണ് എക്സിൻ്റെ വാല്യൂ. അപ്പോൾ എന്ത് കിട്ടി? ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിലെ മറ്റ് രണ്ട് ഈക്വൽ സൈഡും എന്താണ്? 5√2 ആണ്. ക്ലിയർ ആയല്ലോ? ഇപ്പോൾ നമുക്ക് ഇനി കോർഡിനേറ്റ്സ് എഴുതിക്കൂടെ? അതിൽ എ എന്ന് പറഞ്ഞ പോയിന്റിൻ്റെ കോർഡിനേറ്റ് അപ്പോൾ എന്തായിരിക്കും? എ എന്ന് പറഞ്ഞ പോയിന്റ് നിൽക്കുന്നത് 0യിൽ നിന്നും എത്ര യൂണിറ്റ് ലെഫ്റ്റിലോട്ടാണ്? ആ സൈഡിൻ്റെ ലെങ്ത് നമുക്കിപ്പോൾ കിട്ടിയ 5√2 അല്ലേ? അപ്പോൾ -5√2. 0യിൽ നിന്ന് ലെഫ്റ്റിലാണ് എ പോയിന്റ് നിൽക്കുന്നത്, എ എന്ന പോയിന്റ് നിൽക്കുന്നത്. -5√2. പിന്നെ അത് എക്സ് ആക്സിൽ തന്നെയാണ്. അപ്പോൾ y കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ എ എന്ന പോയിന്റിൻ്റെ കോർഡിനേറ്റ്സ് എന്തൊക്കെയാണ്? -5√2, 0 എന്ന് കിട്ടും. ഇനി ബിയിലോട്ട് പോയി, ബി നിൽക്കുന്നത്, ബിയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? ബിയുടെ എക്സ് കോർഡിനേറ്റ് 0 ആണ് അല്ലേ? ബി y ആക്സിസിലാണ് നിൽക്കുന്നത്, എക്സ് കോർഡിനേറ്റ് 0 ആണ്. y ആക്സിസിൽ 0യിൽ നിന്നും എത്ര പോയിന്റ് താഴോട്ടാണ്? ആ ലെങ്ത്തും എന്താണ്? 5√2 തന്നെയല്ലേ? അപ്പോൾ -5√2. ബി = 0 -5√2 എന്ന് കിട്ടും. ഇനി സിയിലോട്ട് പോയേ, സി എന്ന പോയിന്റ് നിൽക്കുന്നത് എക്സ് 5√2ഉം എക്സ് ആക്സിലാണ് പോയിന്റ് ഉള്ളത്. അപ്പോൾ y 0 ആയിരുന്നു. അപ്പോൾ സി എന്ന പോയിന്റ് 5√2 0 എന്ന് കിട്ടും. അതേപോലെ ഡി എന്ന പോയിന്റ് എന്ത് കിട്ടും? അത് y ആക്സിലാണ്. അപ്പോൾ എക്സ് 0 ആയിരിക്കും, മറ്റത് മുകളിലോട്ടാണ് അല്ലേ? അപ്പോൾ പോസിറ്റീവ് ആയിരിക്കും. ഡി എന്ന പോയിന്റ് 0 5√2 എന്ന് കിട്ടും. ഇപ്പോൾ എല്ലാ വേർട്ടക്സിൻ്റെയും കോർഡിനേറ്റ്സ് കിട്ടിയില്ലേ? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ, ഒരു പിക്ചർ തന്നിട്ടുണ്ടോ നിങ്ങൾക്ക്? എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ പോയിൻറ്റ്സ്. ഈ ഫിഗറിൽ ഇൻ ദ ഗിവൺ ഫിഗർ ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ പോയിൻറ്റ്സ്. നിങ്ങൾക്കൊരു ഫിഗർ തന്നിട്ടുണ്ട്, എന്നിട്ട് അതിൽ 2 കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട് അവിടെ. ബാക്കി നമ്മൾ കണ്ടുപിടിക്കണം. നോക്കി, അപ്പോൾ ആദ്യം ഫിഗർ വരയ്ക്കുക നിങ്ങൾ. എന്നിട്ട് അതിനെ കോർഡിനേറ്റ്സിന് പോയിൻ്റ് എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് കൊടുക്കുക അല്ലേ? അപ്പോൾ എത്ര പോയിൻ്റ് ഉണ്ട്? 8 പോയിൻ്റ് ഉണ്ട് അല്ലേ? എ, ബി, സി, ഡി, ഇ, എഫ്, ജി, എച്ച് 8 പോയിൻ്റ് ഉണ്ട്. അതിൽ 2 എണ്ണം തന്നിട്ടുണ്ട് ഇല്ലേ? നമുക്ക് ഓരോന്ന് നോക്കാം. എ നോക്കി, എ എന്ന് പറഞ്ഞ പോയിന്റ് എവിടെയാണ്? അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് നമുക്ക് തന്നിട്ടുണ്ട് 2 0 എന്ന് അല്ലേ? എക്സ് കോർഡിനേറ്റ് 2 ആണ്. അതിൻ്റെ നേരെ റിവേഴ്സാണ് ഇപ്പുറത്ത് വരിക, നേരെ റിവേഴ്സാണ് നമ്മുടെ എ എന്ന് പറഞ്ഞ പോയിന്റ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് അവിടെ തന്നിരിക്കുന്നത് പ്ലസ് ആണെങ്കിൽ ഇവിടെ എന്താവും? മൈനസ് ആയിരിക്കും. അത്ര വ്യത്യാസമുള്ളൂ. അപ്പോൾ എ എന്ന പോയിന്റ് എന്താണ്? -2. അതിൻ്റെ y കോർഡിനേറ്റ് 0 അല്ലേ? അത് എക്സ് ആക്സിസിലാണ് ആ പോയിന്റ്. അപ്പോൾ എ എന്ന പോയിന്റ് -2 0 എന്ന് കിട്ടും. ഇനി ബിയിലോട്ട് പോവാം. ബിയിൽ വരുമ്പോൾ നോക്കാം, അപ്പുറത്ത് നേരെ മുകളിൽ തന്നേക്കണേ നോക്കിയേ 3 3 എന്നല്ലേ? അത് തന്നെയാണ് ഇവിടെയും വരിക. എന്താ വ്യത്യാസം? ഇവിടെ രണ്ടും മൈനസാണ് അല്ലേ? നേരെ ഓപ്പോസിറ്റിൽ നമുക്ക് ക്വസ്റ്റ്യനിൽ 3 3 എന്ന് തന്നിട്ടുണ്ട്. അതിൻ്റെ നേരെ താഴോട്ടാണ് ഇതുള്ളത്. അതായത് രണ്ടും മൈനസ്.
ആണ്. അപ്പോൾ എന്ത് കിട്ടും? ബി എന്ന പോയിൻ്റ് -3 എന്ന് കിട്ടും ഇല്ലേ? ഇനി സിയിലോട്ട് പോയേ. സി ആവുമ്പോൾ എന്താണ്? സിയുടെ എക്സ് കോർഡിനേറ്റ് നോക്കി. അത് സി എന്ന പോയിൻ്റ് അവിടെ വൈ ആക്സിസിലാണ്. അപ്പോൾ എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും അല്ലേ? ഇനി വൈ കോർഡിനേറ്റോ എത്ര യൂണിറ്റ് താഴെയാണ്? 2 യൂണിറ്റ് അല്ലേ? സി എന്ന പോയിന്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? -2 ആണ്. അതുകൊണ്ട് സി എന്നത് 0 -2 എന്ന് കിട്ടും. ക്ലിയർ ആയല്ലോ? ഇനി ഡിയിലോട്ട് പോയേ. ഡി എന്ന പോയിന്റ് നേരെ മുകളിലുള്ളത് തന്നെയാണ്, 3 ആണ്. പക്ഷെ എന്താ വ്യത്യാസം? ഡിയുടെ എക്സ് കോർഡിനേറ്റ് എന്താണ്? പോസിറ്റീവാണ്, 3 ആണ് അല്ലേ? ഡി നിൽക്കുന്നത് 0-യിൽ നിന്നും 3 യൂണിറ്റ് റൈറ്റിലോട്ടാണ്. പിക്ചറിൽ നോക്കാം. അപ്പോൾ എക്സ് കോർഡിനേറ്റ് 3 ആണ്, പക്ഷേ വൈ കോർഡിനേറ്റ് 3 യൂണിറ്റ് താഴോട്ടാണ്. അപ്പോൾ ഡി എന്ന പോയിൻ്റ് എന്ത് കിട്ടും? 3 -3 എന്ന് കിട്ടും. ഇനി ഡി കഴിഞ്ഞാൽ ഇ അവിടെ തന്നിട്ടുണ്ട് അല്ലേ? ഇ എന്നത് എന്താ? 20 എന്ന് തന്നിട്ടുണ്ട്. എഫും നമുക്ക് തന്നിട്ടുണ്ട്, എന്ത്? 3 എന്ന് തന്നിട്ടുണ്ട്. ഇനി ഏതാ? ജി അല്ലേ? ജി എന്ന് പറഞ്ഞ പോയിൻ്റ് എന്താണ്? നോക്കിയേ, ജി എന്ന പോയിൻ്റ് എവിടെയുള്ളത്? വൈ ആക്സിസിലാണ് അല്ലേ? എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. എത്ര യൂണിറ്റ് മുകളിലോട്ടാണ് ജി എന്ന പോയിൻ്റ് ഉള്ളത്? 2 യൂണിറ്റ് അല്ലേ? അപ്പോൾ ജി എന്ന പോയിൻ്റ് ജി എന്ന പോയിൻറ്റിൻ്റെ വൈ കോർഡിനേറ്റ് എന്താണ്? 2 ആണ്. അപ്പോൾ ജി 0-2 എന്ന് കിട്ടും. ഇനി അത് കഴിഞ്ഞാൽ എച്ച് എന്താണ്? എച്ച് നിൽക്കുന്ന പോയിൻ്റ് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും 3-3യിലാണ്. പക്ഷേ എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റ് ലെഫ്റ്റിലോട്ടാണ് അല്ലേ? ലെഫ്റ്റിലല്ലേ വരുന്നത്? അപ്പോൾ എക്സ് കോർഡിനേറ്റ് മൈനസ് ആയിരിക്കും. അപ്പോൾ എച്ചിൻ്റെ എക്സ് കോർഡിനേറ്റ് -3 ആണ്. വൈ കോർഡിനേറ്റ് എന്താ? 3 തന്നെയാണ്. അപ്പോൾ എച്ച് എന്ന പോയിൻ്റ് -3 എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ ക്വസ്റ്റ്യനിൽ ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദി കോർഡിനേറ്റ്സ് ഓഫ് അതർ പോയിൻറ്റ്സ് എന്നാണ്. അപ്പോൾ തന്ന പോയിൻറ്റ്സ് നമ്മൾ ആൻസറിൽ എഴുതണ്ട, തരാത്തത് എഴുതുക. അപ്പോൾ ഏതൊക്കെയാണ്? അപ്പോൾ ഇതിൽ നമ്മൾ അങ്ങനെ പോയിൻ്റ് കൊടുത്തിട്ട് അതർ കോർഡിനേറ്റ്സ് ആർ എന്ന് പറഞ്ഞിട്ട് എഴുതണം. എന്ത്? എ -2 0, ബി -3 സി 0 -2, ഡി 3 -3, ജി 0-2, എച്ച് -3. ഇത്രയേ ഉള്ളൂ. എളുപ്പമല്ലേ? ക്ലിയർ ആയല്ലോ? നമ്മൾ ഈ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യാണ്. കോർഡിനേറ്റ്സ് എന്ന ചാപ്റ്റർ നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായി കാണുമെന്ന് കരുതുന്നു. ഇത് ക്ലോസ് ചെയ്യണം. അടുത്ത ക്ലാസ്സിൽ നമ്മൾ അടുത്ത ചാപ്റ്റർ തുടങ്ങും. അപ്പോൾ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക. എക്സാമിന് ആയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. സ്റ്റേ ട്യൂൺഡ്.